ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി മറക്കാൻ ആഗ്രഹിക്കുന്ന ടൂർണമെന്റായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ T20 ലോകകപ്പ്. നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ടൂർണമെന്റിൽ ഓപ്പണിംഗ് റോളിലേക്ക് വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മറന്ന മട്ടാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള സൂപ്പർ 8 പോരാട്ടത്തിലും കോഹ്ലി 0-ന് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും ഒരു വിമർശനം കോഹ്ലിക്ക് നേരെ ഉയരുകയാണ്. 4 ബോളുകൾ നേരിട്ട് അക്കൗണ്ട് തുറക്കാൻ പാടുപെട്ട കോഹ്ലി 5-ാമത്തെ പന്തിൽ പുറത്താവുകയും ചെയ്തു. ഇന്നിംഗ്സിലെ 2-ാം ഓവറിൽ തന്നെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. പേസർ ജോഷ് ഹേസൽവുഡാണ് കോഹ്ലിയുടെ വിലപ്പെട്ട വിക്കറ്റ് സ്വന്തമാക്കിയത്. 2-ാം ഓവറിലെ 4-ാമത്തെ പന്തിലായിരുന്നു അത്. വേഗത കൂടിയ ഒരു ഷോർട്ട് ബോളാണ് ഹേസൽവുഡ് പരീക്ഷിച്ചത്. കോഹ്ലി മുന്നിലേക്ക് കയറി പുൾ ഷോട്ട് സിക്സറിന് ശ്രമിച്ചെങ്കിലും അത് പാളി. ടോപ്പ് എഡ്ജായ ബോൾ മുകളിലേക്ക് ഉയരുകയും സർക്കിളിനകത്ത് പിന്നോട്ടോടിയ ടിം ഡേവിഡ് മികച്ചൊരു ക്യാച്ച് എടുക്കുകയും ചെയ്തു. ടൂർണമെന്റിൽ 2-ാം തവണയാണ് കോഹ്ലി 0-നായി ക്രീസ് വിടുന്നത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഗോൾഡൻ ഡക്കായിരുന്നു. ഇതിനകം കളിച്ചിട്ടുള്ള 6 ഇന്നിംഗ്സുകളിൽ നിന്നും 11 എന്ന ദയനീയ ശരാശരിയിൽ 100 സ്ട്രൈക്ക് റേറ്റിൽ വെറും 66 റൺസ് മാത്രമേ കോഹ്ലി നേടിയുള്ളൂ. നേരിട്ടതാകട്ടെ വെറും 66 പന്തുകൾ തന്നെയാണ്. വെറും 2 4-ഉം 4 6-ഉം മാത്രമാണ് ടൂർണമെന്റിൽ കോഹ്ലി നേടിയത്. ഉയർന്ന സ്കോർ 37-മാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിര ഏറ്റവും കൂടുതൽ വലിയ ദുരന്തമായി മാറിയത് കോഹ്ലി തന്നെയാണ്. വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനവും കോഹ്ലിക്ക് നേരെ ഉയരുന്നുണ്ട്. ആരാധകർ അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ്. ഓപ്പണിംഗ് റോളിലേക്ക് ജയ്സ്വാളിനെ മടക്കി കൊണ്ടുവരുന്ന ആവശ്യവും ശക്തമാണ്. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എപ്പോഴാണ് ബുദ്ധി ഉയരുക? 6 ഇന്നിംഗ്സുകളിൽ ഈ ലോകകപ്പിൽ കളിച്ചിട്ടും വിരാട് കോഹ്ലി ഓപ്പണിംഗ് റോളിലേക്ക് പറ്റിയ ആളല്ലെന്ന് മനസ്സിലായില്ലേ? തുടരെ ഫ്ലോപ്പായ കോഹ്ലി ആയിരുന്നിട്ടും എന്തിനാണ് കോഹ്ലി ആ റോളിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ബാറ്റിംഗിൽ ഫ്ലോപ്പായ കോഹ്ലി 6 മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനായില്ല. മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷനുകൾ ടീമിനുണ്ടാകുന്നില്ല. കോഹ്ലിയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഒരൊറ്റ ഇന്നിംഗ്സ് പോലും പരീക്ഷിച്ച് പുറത്താക്കിയേനെ. കോഹ്ലി ആയതുകൊണ്ടാണോ ഈ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന വിമർശനവും ഉയരുകയാണ്. വിരാട് കോഹ്ലി ലോകകപ്പോടെ T20യിൽ നിന്നും വിരമിക്കണമെന്നും ഏകദിനം, ടെസ്റ്റ് എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നിരുന്നാലും സെമിഫൈനൽ അടക്കമുള്ള മത്സരങ്ങളിൽ കോഹ്ലി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് ഇപ്പോഴുള്ളത്.